നിങ്ങളുടെ വീട്ടിൽ ഒരു ഇലക്ട്രിക് വാഹനം ഉണ്ടോ? അഥവാ നിങ്ങളൊരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിർബന്ധമായും നിങ്ങളൊരു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കണം. ഇല്ലെങ്കിൽ വലിയ നഷ്ടത്തിലേക്കാണ് പോവുക. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് കാറാണ്. ഇതിന് ഒരു ഒറ്റ ചാർജിൽ ഫുൾ ചാർജിന് 400 കിലോമീറ്റർ ആണ് റേഞ്ച്. 50 യൂണിറ്റ് കറണ്ട് വേണം ഇത് ഒരു ഫുൾ ചാർജ് ആവാനായിട്ട്. അപ്പൊ 50 യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ച് ചാർജ് ചെയ്താൽ 400 കിലോമീറ്റർ എനിക്ക് ഈ വണ്ടി ഓടാൻ പറ്റും. ഞാൻ ആവറേജ് ഒരു 4000 കിലോമീറ്റർ ഒരു മാസം ഓടുന്നുണ്ട്. അതായത് 500 യൂണിറ്റ് കറണ്ട് കൊണ്ട് ഞാൻ 4000 കിലോമീറ്റർ ഓടുന്നു. അതായത് 1 യൂണിറ്റ് കറണ്ട് കൊണ്ട് 8 കിലോമീറ്റർ ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ടോട്ടൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഞാനൊരു സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അതേസമയം നമ്മളൊരു പെട്രോൾ കാർ, ഇപ്പൊ എൻ്റെ പെട്രോൾ കാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 9 രൂപ ഒരു കിലോമീറ്ററിന് ആവറേജ് വരും. അപ്പോൾ 4000 കിലോമീറ്ററിന് ഒരു മാസം 36,000 രൂപ പെട്രോൾ എക്സ്പെൻസ് വരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും ഞാൻ ഈ സോളാറിൽ നിന്ന് സേവ് ചെയ്യാണ്. സോളാർ പ്ലാന്റ് ഒരു 8 കിലോ വാട്ടിന്റെ പ്ലാന്റാണ് ഞാൻ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു മാസം അതിൽ നിന്ന് നമുക്ക് 1500 യൂണിറ്റോളം ഈ കറണ്ട് കിട്ടുന്നുണ്ട്. അതിൽ ഒരു 500 യൂണിറ്റ് 600 യൂണിറ്റ് ആണ് ഞാൻ ഈ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കി പൂർണ്ണമായിട്ടും എൻ്റെ വീട്ടിലെ ഉപയോഗത്തിനും കൂടുതലായിട്ടുള്ള എക്സ്പോർട്ട് ചെയ്തും പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു EV എടുക്കുന്നവർ സോളാർ പ്ലാന്റ് സ്ഥാപിക്കണം. കാരണം സോളാറിൽ നിന്ന് നമ്മുടെ EVയിലേക്ക് കൺവെർഷൻ വരുമ്പോൾ ഒരു യൂണിറ്റ് കറണ്ടിന് നമുക്ക് കിട്ടുന്ന റിയലൈസേഷൻ എന്ന് പറഞ്ഞ് 72 രൂപയാണ്. ആവറേജ് പെട്രോൾ കോസ്റ്റ് 9 രൂപ എന്ന് വെച്ച്. അപ്പോൾ നമ്മളുടെ ഒരു മാസം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 8 കിലോ വാട്ട് പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ 5 കിലോ വാട്ട് പ്ലാന്റിൽ നിന്ന് 5 കിലോ വാട്ട് മതി ഈ വണ്ടി ഓടാനായിട്ട്. 5 കിലോ വാട്ടിന് നമുക്ക് വരുന്ന ഒരു എക്സ്പെൻസ് ആണ് 3,25,000 രൂപയാണ്. സബ്സിഡി കഴിഞ്ഞിട്ട് ഒരു 2.5 ലക്ഷം രൂപയാണ് അതിന് വരിക. ആ 2.5 ലക്ഷം രൂപയും ഈ വണ്ടിയുടെ കോസ്റ്റും നമുക്കൊരു 4 വർഷം കൊണ്ട് ഈ വണ്ടി ഒരു 4000 കിലോമീറ്റർ വെച്ച് ഓടിയാൽ പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സോളാർ പ്ലാന്റ് ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് റൈസൺ സോളാർ, പവർ ദ ഫ്യൂച്ചർ.